കഥ ഭർത്താവ് ഭാഗം 26. ശ്യാംസുന്ദർ ബൈക്ക് കൊണ്ട് നിർത്തുന്നതും അതിൽ നിന്നിറങ്ങുന്നതും അടുക്കളയിൽ നിന്നാൽ സരോജിനിയമ്മയ്ക്ക് കാണാമായിരുന്നു. ദേ അവൻ വന്നു, നീ അങ്ങോട്ട് ചെല്ല്. ഇനി എന്നെ മുമ്പിൽ കണ്ടിട്ട് രാവിലത്തേതിൻ്റെ ബാക്കി ദേഷ്യം പിടിപ്പിക്കേണ്ട. അവർ തൊട്ടരികിൽ നിന്ന ശ്രീലേഖയോട് പറഞ്ഞു. വൈകുന്നേരമായതോടെ താഴെ വയലിറമ്പത്ത് കെട്ടിയിരുന്ന പൂവാലിയെയും അഴിച്ച് കുറച്ച് പുല്ലും അരിഞ്ഞെടുത്ത് കൊണ്ടുവരാൻ പോയിരിക്കുകയാണ് സുനിത. ഞായറാഴ്ച ആയതിനാൽ അത് അവളുടെ ഡ്യൂട്ടിയാണ്. ശ്രീലേഖ വരുമ്പോൾ ശ്യാംസുന്ദർ ഹെൽമറ്റ് ഊരിയെടുത്ത് ബൈക്കിൻ്റെ ഹാൻഡിൽ തൂക്കിയിടുകയാണ്. അതിങ്ങ് അകത്ത് കൊണ്ടുവയ്ക്കുക ശ്യാമേട്ട, രാത്രിയിലെങ്ങാനും മഴ പെയ്താൽ അത് അവിടെ ഇരുന്ന് നനയില്ലേ? ശ്രീലേഖ പറഞ്ഞും കൊണ്ട് തന്നെ ഹെൽമറ്റ് ഊരിയെടുത്ത് കയ്യിൽ പിടിച്ചു. ശ്യാംസുന്ദർ ആകട്ടെ അവളോട് ഒറ്റയക്ഷരം മറുപടി പറയാതെ അകത്തേക്ക് കയറിപ്പോയി. അവൻ തന്നെ കടന്നുപോയ കാറ്റ് മുഖത്തടിച്ചപ്പോൾ അവൾക്ക് മദ്യത്തിൻ്റെ രൂക്ഷഗന്ധം അനുഭവപ്പെട്ടു. അല്പസമയം എന്തു വേണമെന്ന് ചിന്തിച്ചിരുന്ന ശേഷം അവൾ അവന് പിന്നാലെ ചെന്നു. ശ്യാംസുന്ദർ ഷർട്ട് അയച്ച് അഴയിലിട്ട ശേഷം ഒരു ടീഷർട്ട് എടുത്ത് ധരിച്ചും കൊണ്ട് കട്ടിലേക്ക് ഇരിക്കുകയാണ്. 4 മണി കഴിഞ്ഞ് ശ്യാമേട്ടന് കഴിക്കണ്ടേ? വാ ശ്യാമേട്ട, കഴിച്ചിട്ട് വന്നിരിക്കാം, അവൾ അവൻ്റെ അരികിലേക്ക് നടന്നു വന്നുകൊണ്ട് പറഞ്ഞു. ശ്യാംസുന്ദർ മുഖമുയർത്തി അവളെ ഒന്ന് നോക്കി. എന്തോ നീ വല്ലതും പറഞ്ഞു എന്നോട്? അവൻ്റെ കണ്ണുകളിൽ രക്തരേഖകൾ തെളിഞ്ഞു തുടങ്ങുന്നത് കണ്ടപ്പോൾ അവൾക്ക് ഒരാപത്ത് സൂചന തോന്നി. ഞാനും ഒന്ന് കഴിച്ചില്ലേ ശ്യാമേട്ട ഇതുവരെ, എനിക്കും വിശക്കുന്നു, ഇതാ വരുന്നു എന്നും പറഞ്ഞ് പോയ ആളല്ലേ, ഇത്രയും വൈകുമെന്ന് ഞാൻ കരുതിയില്ല, വാ നമുക്ക് കഴിക്കാം. ഞാൻ കഴിച്ചു. ശ്യാംസുന്ദർ ഒരു തലയണ എടുത്ത് ഗ്രാസിയിലേക്ക് ചാരി വെച്ച ശേഷം അതിലേക്ക് തല ചായ്ച്ചു. ശ്യാമേട്ടൻ പുറത്തുനിന്ന് കഴിച്ചോ? നല്ല പണിയാ ശ്യാമേട്ടൻ കാണിച്ചത്. ഇതെല്ലാം പിന്നെ ആർക്ക് വേണ്ടിയാ ശ്യാമേട്ടൻ വാങ്ങിക്കൊണ്ട് വന്നത്? കപ്പയും ഇറച്ചിയും ഒക്കെ വെച്ചിട്ട് എത്ര നേരമായി ഞാൻ നോക്കിയിരിക്കുക ശ്യാമേട്ടനെ. കഷ്ടമുണ്ട് ശ്യാമേട്ട. ഒന്നും ശ്യാമേട്ടന് വേണ്ടെങ്കിൽ പിന്നെ ആർക്ക് വേണ്ടിയാ ഇതൊക്കെ വാങ്ങിക്കൊണ്ട് വന്നത്? ആർക്ക് വേണ്ടിയാ വാങ്ങിക്കൊണ്ട് വന്നതെന്നോ? ശ്യാംസുന്ദർ കിടക്കയിൽ നിന്ന് കൊടുങ്കൈ കുത്തി എണീറ്റിരുന്നു. അവർക്ക് വേണ്ടി, ആർത്തിമൂത്തനിൻ്റെ ആ തള്ളയ്ക്ക് വേണ്ടി. എല്ലാം വച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അണ്ണാക്കിലേക്ക് എടുത്ത് കമഴ്ത്തിക്കൂടെ, തൃപ്തിയാവട്ടെ ആ എരണം കെട്ട സ്ത്രീക്ക്. ശ്യാംസുന്ദറിൻ്റെ ഒച്ച ഉയർന്നു. ശ്യാമേട്ട ഒന്ന് പതുക്കെ, അപ്പുറത്ത് അമ്മയുണ്ട്, അമ്മ കേൾക്കും. ദൈവത്തെ ഓർത്ത് ഒച്ച വയ്ക്കല്ലേ ശ്യാമേട്ട. അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചെങ്കിലും അവളുടെ കൈ അവൻ കുടഞ്ഞെറിഞ്ഞു. കേൾക്കട്ടടി, ആ ആർത്തിപ്പണ്ടാരൻ കേൾക്കാൻ വേണ്ടി തന്നെയാണ് പറയുന്നത്. ഞാൻ എൻ്റെ വീട്ടിൽ പോയി എനിക്ക് കിട്ടാനുള്ളത് വാങ്ങിച്ചും കൊണ്ടുവന്ന് നിൻ്റെ അമ്മയുടെ കാൽക്കൽ അടിയറവ് വയ്ക്കണം അല്ലേടി? കൊള്ളാൻ നിൻ്റെ അമ്മ പിശാചിൻ്റെ പൂതി. ശ്യാമേട്ടൻ അമ്മയെ വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുക. അങ്ങനെ ഒരു അർത്ഥത്തിലല്ല അമ്മ അത് പറഞ്ഞത്. പിന്നെ ഏതർത്ഥത്തിലാണ് നിൻ്റെ തള്ള പറഞ്ഞത്? ഞാനുണ്ടാക്കിയതെല്ലാം എൻ്റെ അച്ഛനും അമ്മയും പിടിച്ചു പറിച്ച് വെച്ചേക്കുക, പോയി അത് വാങ്ങിച്ചും കൊണ്ടുവരാൻ. ഞാനുണ്ടാക്കിയ കാശൊക്കെ എൻ്റെ അച്ഛനും അമ്മയും അല്ലാതെ പിന്നെ നാട്ടുകാരാണോടി പിടിച്ചു പറിച്ച് വെച്ചേക്കേണ്ടത്? അതോ നിൻ്റെ അമ്മയെ കൊണ്ട് വന്ന് ഏൽപ്പിക്കണമായിരുന്നോ അതൊക്കെ? നാട്ടിലുള്ള ആണുങ്ങൾ മുഴുവൻ അധ്വാനിക്കുന്ന കാശിൻ്റെ അവകാശി നിൻ്റെ അമ്മയാണോടി? എടി ആണോന്ന്? അവൻ ചീറി. ശ്യാമേട്ട ദയവ് ചെയ്തു ഒന്ന് ശബ്ദം താഴ്ത്തി സംസാരിക്കേ, അയൽപ്പക്കാർക്കെല്ലാം ശ്രദ്ധിക്കുന്നു. ആകെ നാണക്കേടാവും ശ്യാമേട്ട. വേണമെങ്കിൽ ഞാൻ ശ്യാമേട്ടൻ്റെ കാല് പിടിക്കാം. ശ്രീലേഖ അവനെ നോക്കി തൊഴുതും കൊണ്ട് പറഞ്ഞു. നാണക്കേടോ? അതും നിന്റെ തള്ളയ്ക്കോ? നാണമെന്നൊരു വാക്ക് എന്താണെന്ന് അറിയോടി ആ സ്ത്രീക്ക്? അതിൻ്റെ ഒരിത്തിരി കരിയെങ്കിലും അവർ വാരിപ്പൂശിയിരുന്നെങ്കിൽ ഇത്രയും നെറികെട്ട വർത്താനം അവർ പറയുമായിരുന്നു. നാണം കെട്ട ജന്മം, അവൻ കാറി തുപ്പി.
ശ്രീലേഖ അവിടെ നിന്നും കൊണ്ട് തുറന്നിട്ട ജാലങ്ങളുടെ പുറത്തേക്ക് നോക്കി. അയൽപ്പക്കത്തെ വീടുകളുടെയൊക്കെ മുറ്റത്ത് നിന്ന് 1-2 പേർ നിൽപ്പുണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവരും വീട്ടിൽ തന്നെയുള്ള നേരമാണ്. മരുമോൻ ഗൾഫിൽ പോകാത്തത് കാരണം നിന്റെ തള്ളയ്ക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ലത്രേ. അവരെ എന്താടി എൻ്റെ പേരും പറഞ്ഞ് ആരാണ്ട് പിടിച്ചു കടിച്ചോ? അല്ലെങ്കിൽ പിന്നെ ഇത്ര നാണക്കേട് തോന്നാൻ എന്താ കാരണം? ഞാൻ പറഞ്ഞു നിന്റെ തള്ളയോട് ഞാൻ ഗൾഫിലേക്ക് പോകാണെന്ന്, നാടൊട്ടുക്ക് നടന്ന് ചെണ്ട കൊട്ടി വിളംബരം ചെയ്യാൻ. ശ്യാമേട്ട, അമ്മ അത് മറ്റൊന്നും മനസ്സിൽ കരുതി പറഞ്ഞതല്ല ശ്യാമേട്ട. ജോലി തിരക്കിനിടയിൽ ശ്യാമേട്ടൻ വിസയുടെ കാര്യം മറന്നുപോയെന്ന് കരുതി. മിണ്ടരുത് നീ, അവളെ പറഞ്ഞു പൂർത്തിയാക്കാൻ അനുവദിക്കാതെ അവൻ വിരൽ ചൂണ്ടി ചീറി. അവർക്ക് വക്കാലത്ത് പാടാൻ നീ എൻ്റെ മുമ്പിലോട്ട് വന്നതെങ്കിൽ നീയും എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. പൊക്കോ ദൂരെ. അത്രയും കേട്ടു നിൽക്കാനേ സരോജിനിയമ്മയ്ക്ക് ആകുമായിരുന്നുള്ളൂ. മതി എൻ്റെ കൊച്ചിനിട്ടാട്ടിയത്. സരോജിനിയമ്മ അവൻ്റെ മുമ്പിലേക്ക് ചെന്നു. ഇതിനു വേണ്ടി എന്ത് തെറ്റടാ എൻ്റെ കൊച്ചിനോട് ചെയ്തത്? കണ്ടിടത്തൊക്കെ പോയി പേയ് വെള്ളവും കുടിച്ചിട്ട് വന്നിട്ട് എൻ്റെ കൊച്ചിനെ തല്ലിച്ചതയ്ക്കാനല്ല ഞാൻ അവളെ നിനക്ക് കെട്ടിച്ചു തന്നത്. നിന്നെ വല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാനാ. അതിന് നിനക്ക് ആരെയെങ്കിലും തല്ലണമെങ്കിൽ എന്നെ തല്ല്. ശ്യാംസുന്ദരൻ്റെ കണ്ണിലെ പക കണ്ടതോടെ ശ്രീലേഖ വന്ന് അമ്മയുടെ കൈ പിടിച്ചു. അമ്മ ഇങ്ങോട്ട് വന്നേ. ശ്യാമേട്ടൻ സംസാരിച്ചത് എന്നോടാ, അല്ലാതെ അമ്മയോടല്ല. അതിന് മറുപടി ഞാൻ പറഞ്ഞോളാം ശ്യാമേട്ടനോട്, അല്ലാതെ അമ്മയല്ല പറയേണ്ടത്. ശ്രീലേഖ വിളിച്ചെങ്കിലും സരോജിനിയമ്മ പിന്മാറിയില്ല. അവൻ ഇവിടെ നിന്ന് പറഞ്ഞതൊക്കെ നീയും കേട്ടതല്ലേ? നീ പറഞ്ഞതിൻ്റെ മറുപടിയാണോ അവൻ പറയുന്നത്? ഞാനെന്തോ മഹാപരാധം ചെയ്തതുപോലെയല്ലേ അവൻ നിന്ന് ഉറഞ്ഞു തുള്ളുന്നത്? നാട്ടിൽ കിടന്ന് ജോലി ചെയ്ത് സമയം കളയാതെ ഗൾഫിൽ പോയി 10 കാശ് സമ്പാദിക്കാൻ ഞാൻ പറഞ്ഞതാ. അയാൾക്ക് മഹാ കുറച്ചിലായി പോയത്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞ ഇവൻ ഇവിടെ നിന്ന് പെണ്ണാലോചിച്ച് വന്നത്. അതുകൊണ്ടാ. അതിന് ആർക്കും ഇത്ര നോവേണ്ട കാര്യമൊന്നുമില്ല. സരോജിനിയമ്മ ഒന്ന് ഇളകി നിന്നു. പെണ്ണാലോചിച്ച് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മോളെ ഞാൻ കൂടെ പൊറിപ്പിക്കുന്നുണ്ടെങ്കിൽ അന്തസ്സായി അവളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട് തള്ളേ. അവിടെ കാര്യങ്ങൾ മാത്രമല്ല, അവിടെ കൂടപ്പിറപ്പുകളെയും അമ്മയെന്ന് പറയുന്ന സ്ത്രീയുടെയും വരെ ഉളുപ്പ് വേണം തള്ള, ഉളുപ്പ്. മരുമോൻ അധ്വാനിച്ച് കൊണ്ടുവരുന്നത് മേലനങ്ങാതെ കുത്തിയിരുന്ന് തൊണ്ട തൊടാതെ വാരി വീങ്ങിയിട്ട് അവനെ ഭരിക്കാൻ വരുന്നു. സരോജിനിയമ്മയുടെ വായടപ്പിക്കാൻ പോകുന്ന വാക്കുകളായിരുന്നു അത്. അയൽപ്പക്കത്ത് മുറ്റത്തുനിന്ന് ഊറിപ്പിടിച്ച ചിരിയും കുശുകുശുപ്പും കണ്ടതോടെ അവർക്കും വാശിയായി. നിന്റെ സംസാരം കേട്ടാൽ തോന്നുമല്ലോടാ ശ്യാമേ, ഈ വീടെടുത്ത് മലമറിച്ച് കമഴ്ത്തി വയ്ക്കുന്നത് നീ ഒറ്റയാളാണെന്ന്. 4-5 ദിവസം കൂടുമ്പോൾ 500 രൂപ കൊണ്ട് ഒലത്തിയച്ച അവൻ നിന്ന് ഗീർവാണം മുഴക്കി നാട്ടുകാർ കേൾപ്പിക്കുന്നത്. നാട്ടുകാർ കേൾക്കട്ടെ എന്ന് കരുതി സരോജിനിയമ്മയും ശബ്ദമുയർത്തി. ഇതേ തള്ളേ, ദിവസം എണ്ണി വാങ്ങി കയ്യിൽ വെച്ചിട്ട് കന്നന്തിരിവ് പറഞ്ഞാലുണ്ടല്ലോ, ശ്യാമിനെ നിങ്ങൾക്ക് ശരിക്കറിയില്ല, തീർത്തു കളയും ഞാൻ. അവൻ കോപത്തോടെ അവരുടെ കഴുത്തിന് പിടിക്കാനായി മുമ്പോട്ട് ചാടിയതോടെ ശ്യാമേട്ടാ എന്ന് നിലവിളിച്ചും കൊണ്ട് ശ്രീലേഖ അവൻ്റെ കൈക്ക് പിടിച്ചു. അത്രയും നേരം പേടിച്ച് അമ്മയ്ക്ക് പിന്നിൽ നിന്ന ശ്രീകുട്ടൻ അവരെ പൂണ്ടടക്കം പിടിച്ച് പിന്നോക്കം വലിച്ചു. അമ്മേ വാ, അമ്മേ ഇവിടെ നിൽക്കണ്ട അമ്മേ, അമ്മേ. അവൻ കരയുന്നുണ്ടായിരുന്നു. വിടടി ലേഖ അവനെ. അവനെന്താ എന്നെ ചെയ്യാൻ പോകുന്നതെന്ന് കാണണമല്ലോ. എന്നെ കൊന്നിട്ട് അവനിവിടെ സുഖിച്ചു വാഴുമോ? എന്നാൽ അത് നടക്കട്ടെ. അവൻ്റെ ധൈര്യം എനിക്കൊന്ന് കാണണമല്ലോ. അമ്മയൊന്ന് പോയെ. ഇതേ ശ്രീകുട്ടൻ പേടിച്ച് നിലവിളിക്കുന്നത് കണ്ടിട്ടില്ലെങ്കിലോ ഒന്ന് പോവാ അമ്മേ. ശ്യാമിനെ പിടിച്ചുകൊണ്ട് തന്നെ ഒരു കൈ നീട്ടി സരോജിനി അമ്മയെ പിന്നിലേക്ക് തള്ളിമാറ്റാൻ നോക്കിയെങ്കിലും ശ്രീലേഖയ്ക്ക് അതിന് സാധിച്ചില്ല. അങ്ങനെ ഇപ്പോൾ പോകുന്നില്ല. ഞാനെന്താടി നിന്റെ കെട്ടിയോനെ പേടിച്ച് ഇവിടെ ജീവിക്കണോ? അവൻ്റെ ഭാവം കണ്ടാൽ തോന്നുമല്ലോ അവൻ്റെ കുടുംബത്തോട്ട് എന്നെ കെട്ടിച്ചു കൊണ്ട് ചെന്നതാണെന്ന്.
മര്യാദ ആണെങ്കിൽ മാത്രമേ സരോജിനിയമ്മയുടെ അടുത്ത് നിന്ന് മര്യാദ കിട്ടൂ. അതിനി ഏത് മോനാണെങ്കിലും ശരി. അതുകൂടി കേട്ടതോടെ ശ്യാംസുന്ദറിൻ്റെ സർവ്വനിയന്ത്രണവും നഷ്ടമായി കഴിഞ്ഞിരുന്നു. അവൻ സർവ്വകലിയും തീർത്തത് മേശപ്പുറത്തിരുന്ന ടേബിൾ ലാമ്പിനോടാണ്. അതിൻ്റെ വയറിൽ പിടിച്ച് വലിച്ചൂരിയെടുത്ത് സരോജിനിയമ്മയെ നിൽക്കുന്നിടം ലക്ഷ്യമാക്കി അവൻ ഒറ്റ വീശി. സരോജിനിയമ്മ പിന്നോട്ട് മാറിയില്ലായിരുന്നെങ്കിൽ അവരുടെ ഇടത് കൈപ്പത്തിന് ടേബിൾ ലാമ്പ് കൊണ്ടുള്ള അടിയേൽക്കുമായിരുന്നു. ലക്ഷ്യം തെറ്റിച്ചെന്ന് ഭിത്തിയിലടിച്ച് ടേബിൾ ലാമ്പ് തകർന്ന് ചിതറി. അയ്യോ അയ്യോ, ആരെങ്കിലും ഒന്ന് ഓടി വരണേ! ശ്രീലേഖയും ശ്രീകുട്ടൻ്റെയും കൂട്ടനിലവിളി ഉയർന്നോടെ അയൽപക്കക്കാരും എന്തോ സംഭവിച്ചെന്ന് തോന്നിയിട്ട് അവിടേക്ക് ഓടി വന്നു. സരോജിനിയമ്മ അവൻ്റെ മുമ്പിൽ നിന്ന് പെട്ടെന്ന് തന്നെ സിറ്റൗട്ടിലേക്ക് ചാടി. ശ്രീകുട്ടൻ അമ്മയെ ചേർത്തു പിടിച്ചിട്ടുണ്ടായിരുന്നു. എന്താ സരോജിനി, എന്താ ഇവിടെ സംഭവിച്ചത്? കുറേ നേരമായല്ലോ ഇവിടെ നിന്നും ഒച്ചയും ബഹളവും കേൾക്കുന്നു. പടിഞ്ഞാറ്റതിലെ ഗിരിജമ്മയും ഭർത്താവും സിറ്റൗട്ടിലേക്ക് കയറി വന്നുകൊണ്ട് ചോദിച്ചു. ബാക്കിയുള്ള 2-3 പേർ മുറ്റത്ത് നിൽക്കുകയാണ്. അവിടെ നിന്ന് അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. എന്തോന്നാ അവന് ഭ്രാന്ത? അല്ലാതെ എന്തു പറയാനാ ഗിരിജെ? അവനിപ്പോൾ ലേറ്റ് എടുത്ത് എൻ്റെ തല അടിച്ചു പൊട്ടിച്ചേനെ. ഞാൻ മാറിയില്ലെങ്കിൽ ഇപ്പോൾ ആ കാലെന്നെ കൊന്നേനെ. അവർ തനിക്ക് കഴുത്തിനടിയേറ്റ മട്ടിൽ അവിടെയൊക്കെ തടവിക്കൊണ്ടിരുന്നു. കാര്യമറിയാനെത്തിയവർ പരസ്പരം നോക്കി. അവർക്ക് അതങ്ങോട്ട് വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും പറ്റുന്നില്ല. ഇന്നോളം ഇവിടെ താമസിക്കുന്ന കുടുംബങ്ങളിൽ ഒരൊച്ചയോ ബഹളമോ ഉയരാത്ത ഒരേ ഒരു വീട് ഇതാണ്. എന്താ ചേച്ചി കാരണം? മരുമോൻ എന്തിനാ ചേച്ചിയെ കൊല്ലാൻ നോക്കിയത്? ശ്രീലേഖ ഇല്ലായിരുന്നോ ഇവിടെ? അവളെവിടെ പോയി? പുറത്തു നിന്ന ശശിധരൻ എന്നയാൾ അവരുടെ അടുത്തേക്ക് വന്നു. അവളെങ്ങാനും പിടിച്ചാൽ നിൽക്കൂ അവൻ. അവളെയും തള്ളി മാറ്റിക്കൊണ്ടല്ലേ എന്നെ അടിക്കാൻ വരുന്നത്? മൂക്കുമുട്ടെ വിഷവെള്ളം കോരി കുടിച്ചിട്ട് 4 കാലിൽ വീട്ടിൽ കയറി വരുന്നവന് വല്ല കാരണവും വേണോ വീട്ടിലുള്ളവരെ കൊല്ലാൻ? അവൻ്റെ കണ്ണിൽ വീട്ടിലുള്ളവർ മുഴുവൻ ശത്രുക്കളല്ലേ? ശ്രീലേഖയുടെ കെട്ടിയൻ മദ്യപിച്ചിട്ട് വന്നതാണോ? അത് കൊള്ളാമല്ലോ. ഗിരിജയുടെ ഭർത്താവ് ബാഹുലേൻ അവിടെ നിന്നും കൊണ്ട് വീട്ടിനുള്ളിലേക്ക് നോക്കി. മദ്യപിച്ചിട്ട് വന്നതാണോ എന്ന്. അവൻ്റെ സ്ഥിരം ഏർപ്പാടല്ലേ ഇത്? ഞങ്ങൾ ആരെയും അറിയിക്കാതിരുന്നേ ഉള്ളൂ. വീട്ടിലുള്ളവർക്ക് സമാധാനക്കേടുണ്ടാക്കാൻ ഈ ഒരെണ്ണം തന്നെ ധാരാളമല്ലേ? ദാണ്ടേ എൻ്റെ കൊച്ചു നിന്ന് കരയുന്ന കരച്ചിൽ കണ്ടോ നിങ്ങൾ? പേടിച്ചിട്ട് അവനിപ്പോൾ ശരിക്കും പഠിക്കാൻ പോലും കഴിയുന്നില്ല. ഇവനെങ്ങനെ തുടങ്ങിയാൽ ഞാൻ എന്തോ ചെയ്യാനാ? ശ്രീകുട്ടൻ്റെ കാര്യം വന്നപ്പോൾ സരോജിനിയമ്മയ്ക്ക് സങ്കടം വന്നു. അയാളില്ലയോ അകത്ത്? ഗിരിജമ്മയുടെ മകൻ വർക്ക്ഷോപ്പ് ജീവനക്കാരനായ ശശാങ്കൻ സിറ്റൗട്ടിൽ നിന്നും കൊണ്ട് ചോദിച്ചു. മകൻ്റെ കയ്യിൽ തോണ്ടിക്കൊണ്ട് നീയൊന്നും പറയല്ലേ, നമുക്കിതിൽ ഇടപെടേണ്ട എന്ന അർത്ഥത്തിൽ ഗിരിജ മകനെ നോക്കി കണ്ണടച്ചു കാണിച്ചെങ്കിലും ശശാങ്കൻ അത് ഗവനിച്ചില്ല. വീട്ടിൽ കിടന്ന് ഇങ്ങനെ തല്ലും പിടിയും ഉണ്ടാക്കി കൊണ്ടാണോ അമ്മേ കൈക്കരുത്ത് കാണിക്കേണ്ടത്? അതും സ്ത്രീകളോട്? അയാൾ കള്ളു കുടിക്കുന്നെന്ന് കരുതി നമ്മൾക്ക് ആൾക്കാർക്ക് ഇവിടെ സമാധാനമായിട്ട് ജീവിക്കണ്ടേ? ആരും ഇതൊന്നും ചോദ്യം ചെയ്യാതെ ഇരുന്നാൽ വീണ്ടും ഇത് തന്നെ തുടരും. താൻ പറഞ്ഞത് ശരിയല്ലെന്ന മട്ടിൽ ശശാങ്കൻ എല്ലാവരെയും മാറി നോക്കി. അവൻ പറയുന്നതാണ് ന്യായമെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അവനെ അനുകൂലിച്ച് സംസാരിക്കാൻ ആർക്കും നാവുയരുന്നില്ല. ശശാങ്കനെ അനുകൂലിക്കുക എന്ന് വെച്ചാൽ അതിന് പോന്ന ഒരു കള്ളുകുടിയനെ എതിർക്കുകയെന്ന് കൂടിയാണ് അതിനർത്ഥം. ഇനി ആണുങ്ങൾ ആരെങ്കിലും ശശാങ്കനെ അനുകൂലിച്ചാൽ അവർക്കൊപ്പമുള്ള സ്ത്രീകൾ അതിനവരെ അനുവദിക്കാൻ തയ്യാറുമല്ല. സരോജിനി ചേച്ചിയെ അടിച്ച അടി അവരുടെ തലയിലോ ദേഹത്തോ കൊണ്ടിരുന്നെങ്കിൽ എന്തു ചെയ്തേനെ? അപ്പോഴും എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുമായിരുന്നോ? ശശാങ്കൻ്റെ ചോദ്യം അതിന് ആർക്കും മറുപടിയില്ല. സരോജിനിയമ്മയ്ക്ക് പിന്നിൽ വാതിൽക്കൽ ഒരു നിഴൽ അനങ്ങുന്നത് പോലെ കണ്ട് ഗിരിജ തിരിഞ്ഞു നോക്കി.
അവിടെ ശശാങ്കനെ തന്നെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ശ്യാം സുന്ദർ നിൽക്കുന്നത് കണ്ടപ്പോൾ ഗിരിജ മകന് മുമ്പിലേക്ക് ഒരു മറയായി കയറി നിന്നു. അവർ നോക്കി നിൽക്കെ ശ്യാം സുന്ദർ അവർക്കടുത്തേക്ക് നടന്നു വന്നു. തുടരും കഥയുടെ അടുത്ത ഭാഗം.